വെജീസ് ഫുഡ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയ നല്ല അടിപൊളി ഒരു ഫ്രൈഡ് റൈസുമായിട്ടാണ്, എഗ് ഫ്രൈഡ് റൈസുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ 2 കപ്പ് ബസ്മതി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് 20 മിനിറ്റ് കുതിർന്നതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് ആ വെള്ളമൊക്കെ അരിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൻ്റെ 3/4 ഭാഗം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്ക, ചോറിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കാം. തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. കുഴഞ്ഞു പോകാതിരിക്കാൻ എണ്ണയോ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒന്നും ചേർക്കുന്നില്ല, അടച്ച് വെച്ച് വേവിക്കുകയാണ്. 3/4 വേഗ് മാത്രമേ ആകാൻ പാടുള്ളൂ. ആ നേരത്തിന് ഞാനിവിടെ ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടിച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ എണ്ണയൊന്ന് എത്തിക്കണം. അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ച മുട്ട അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 10 സെക്കൻഡ് ഒന്ന് വേകാനായിട്ട് അനുവദിക്കുക. അതിന് ശേഷം നന്നായിട്ട് നമുക്ക് ചിക്കിയെടുക്കാം. ഇതുപോലെ ചിക്കിയെടുക്കണം. വളരെ സാവധാനം ചെയ്താൽ മതിയാകും. ഇത് നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണ്ട, നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ മുട്ട ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു പാനിൽ ഒരു സവാള വറുത്തെടുക്കുന്നുണ്ട്. ഇത് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആ നേരത്തിന് ഞാൻ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. 3/4 വേഗ് മാത്രമേ ആകാൻ പാടുള്ളൂ. സവാള ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ആവശ്യമില്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം. അതിലേക്ക് ഞാൻ 1 സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാൻ, കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്, അതുപോലെ ബീൻസും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം ഹൈ തന്നെ ആയിരിക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. നന്നായിട്ട് ഒന്ന് ഒരുപാട് വെന്ത് പോകാനൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടണം. ഇപ്പോൾ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചിക്കി മാറ്റി വെച്ചിരുന്ന മുട്ട കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ സോസ് എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കണം.
അപ്പോൾ ഇത് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചോറ് കൂടി ചേർത്ത് കൊടുക്കും. എന്താ കണ്ടില്ലേ, ഒട്ടി പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഞാൻ വെള്ളം വെച്ചിട്ട് അതിനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ വെള്ള കളറിൽ തന്നെ അരി ഇരിക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ഉപയോഗിക്കാവുന്നതാണ്. ചോറിലേക്ക് സോസും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവോള വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്യാൻ. ഞാൻ എന്താ ഒരു പുതിന ഇല കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.